കാസർഗോഡ് ഒരു പഞ്ചായത്തിൽ തന്നെ മുന്നണികൾ തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത്. മുസ്ലിം ലീഗിനും BJPക്കും ആധിപത്യമുള്ള പഞ്ചായത്തിൽ ഇത്തവണ SDPI വോട്ടുകൾ കൂടി നിർണായകമാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ വാർഡുകളിൽ പോലും SDPI ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 15 വാർഡുകളിൽ 7 സീറ്റ് നേടിയാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണം പിടിച്ചത്. 5 വാർഡുകളിൽ വിജയിച്ച BJP പ്രധാന പ്രതിപക്ഷമായി. LDFും SDPIയും സ്വതന്ത്രനും ഓരോ സീറ്റിൽ വിജയിച്ചു. പിന്നീട് SDPI സ്ഥാനാർത്ഥിയായി ജയിച്ചയാൾ രാജിവെച്ചതോടെ വാർഡ് മുസ്ലിം ലീഗ് പിടിച്ചെടുത്തു. എന്നാൽ ഇത്തവണ സ്ഥിതി അതല്ല. വാർഡുകളുടെ എണ്ണം 17ആയി ഉയർത്തിയപ്പോൾ 7 സീറ്റിലധികം നേടി ഭരണം പിടിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം BJPയെ നല്ല രീതിയിൽ തകർക്കുക എന്നുള്ള രീതിയിൽ അവരൊരു കൂട്ട് മത്സരമാണ് കാഴ്ചവെക്കുന്നത്. പല സ്ഥലങ്ങളിലും ലീഗിന് അവരെ സ്വന്തം ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടാണ് അവർ ഇപ്രാവശ്യം BJPയെ നേരിടാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത്തവണ സീറ്റ് വർധനമുണ്ടാവുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം കണക്കുകൂട്ടുന്നു. അങ്ങനെയെങ്കിൽ ഭരണം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ്. SDPI LDF കൂട്ടുകെട്ട് പല വാർഡുകളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ നടക്കുന്നത്. LDFും SDPIയും കൂടി അവിശുദ്ധ കൂട്ടുകെട്ടാണ് നടക്കുന്നത്. തൊട്ടടുത്ത വാർഡിൽ 7ാം വാർഡിൽ തന്നെ 450 വോട്ട് കിട്ടിയ INL SDPI സ്ഥാനാർത്ഥിക്ക് 110 വോട്ട് കിട്ടിയ SDPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്മാറിയിരിക്കുകയാണ്. ഈ പല വാർഡുകളിലും പഞ്ചായത്തിൻ്റെ പല വാർഡുകളിലും ഇവർ അവിശുദ്ധ കൂട്ടുകെട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 വാർഡുകളിൽ മത്സരിച്ച SDPI ഇത്തവണ 3 വാർഡുകളിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ ബെള്ളൂർ, മൊഗർ വാർഡുകളിൽ SDPI ഇത്തവണ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല. പിന്തുണ ആർക്കെന്നത് പരസ്യമായി പറയുന്നില്ലെങ്കിലും INL സ്ഥാനാർത്ഥികൾക്ക് SDPI വോട്ടുകൾ മറയുമെന്നാണ് സൂചന. ഒരു പാർട്ടി ഭേദമില്ലാതെ ജനങ്ങളെല്ലാവരും നല്ല നമ്മുടെ പ്രവർത്തനം കൊണ്ടായിരിക്കും നല്ല ഇഷ്ടപ്പെട്ട് എല്ലാവരും നമ്മൾ വരണമെന്നുള്ളൊരു ഉത്സാഹത്തോടെയാണ് നമ്മളെ കാണുന്നുള്ളത്. നല്ല സപ്പോർട്ടാണ്. എന്തായാലും ഏത് ഒരു മതഭേദം ഇല്ലാതെ എല്ലാവർക്കും നല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. BJPക്ക് ആധിപത്യമുള്ള വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികളെയും പൊതുസ്വതന്ത്രന്മാരെയും പിന്തുണയ്ക്കാനാണ് SDPI നീക്കം. SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കല്ലങ്കൈ, ആസാദ് നഗർ, ശാസ്താബ് നഗർ, കുന്നിൽ എന്നീ വാർഡുകളിൽ വിജയിക്കാനായാൽ പഞ്ചായത്ത് ഭരണത്തിൽ സ്വാധീനിക്കാൻ കഴിയുമെന്നും ഇവർ കണക്കുകൂട്ടുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.